കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജാണ്, വെളുത്തുള്ളി തേനിലിട്ട് കഴിച്ചാൽ ഫാറ്റി ലിവർ രോഗം മാറും, വൃക്ക രോഗം മാറും, നിങ്ങൾക്ക് ക്യാൻസർ സാധ്യത ഇല്ലാതാകും, മാത്രമല്ല ഇത് നമുക്ക് കുടലിനകത്ത് വരുന്ന അൾസർ ഇല്ലാതാകും എന്നൊക്കെ. ഇത് ഏറ്റവും പുതിയ റിസർച്ചിൽ കണ്ടുപിടിച്ചെന്ന രീതിക്കാണ് ഈ മെസ്സേജ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇവർ ഉണ്ടാക്കുന്ന രീതി പറയുന്നത്, ഒരു ഗ്ലാസ് തേൻ എടുത്തിട്ട് അതിനകത്ത് 50 വെളുത്തുള്ളി അല്ലി ഇടുക, ഒരാഴ്ച അടച്ചു വെച്ചിരിക്കുക, എന്നിട്ട് അതിനുശേഷം ഡെയിലി 2 വെളുത്തുള്ളി അല്ലി വീതം കഴിച്ചാൽ മതി. ഈ രോഗം എല്ലാം മാറും, ഫാറ്റി ലിവർ ഒക്കെ മാറിയിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് പേഴ്സൺ ആവുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തില് നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല എന്നുള്ളത് മാത്രമല്ല, തുടർച്ചയായിട്ട് നിങ്ങൾ തേന് ഉയർന്ന അളവിൽ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തുന്നത് നിങ്ങളുടെ കരളിനകത്ത് കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടുന്നതിന് കാരണമാകും. കാരണം തേനിനകത്തുള്ളത് ഉയർന്ന അളവിലുള്ള ഫ്രക്ടോസ് ഷുഗർ ആണ്. ഈ ഫ്രക്ടോസ് ഷുഗർ കരൾ വീക്കമുള്ളവർക്കോ ഫാറ്റി ലിവർ രോഗമുള്ളവർക്കോ അപകടകരമാണ്. കുട്ടികൾക്കെല്ലാം ചെറിയ അളവിൽ തേൻ നൽകാം എന്നല്ലാതെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോ ഇങ്ങനെ തേൻ കഴിക്കുന്നത് ഗുണകരമല്ല. മാത്രമല്ല വെളുത്തുള്ളി ശരീരത്തിന് നല്ലതാണ്. വെളുത്തുള്ളിക്കകത്തുള്ള അല്ലിസിൻ നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി കഴിച്ചാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെളുത്തുള്ളി നമുക്ക് തേനിലിട്ട് കഴിച്ചാലോ ഒന്നും കിട്ടത്തില്ല, അല്ലിസിൻ നശിച്ചു പോകും. അല്ലിസിൻ യഥാർത്ഥത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ചവച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾ സാലഡിനകത്തൊക്കെ ചേർത്ത് കഴിക്കുകയോ ചെയ്യണം. അത് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും. ഒരിക്കലും വെളുത്തുള്ളി അല്ലി തേനിലിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയില്ല. ഈ സത്യാവസ്ഥ എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക.